गुड जॉब। कंफर्म है, इससे आया कंफर्म है, कंफर्म है, कंफर्म है। We have done it! We have done it! धर्मेंद्र प्रधान ने रिजाइन कर दिया है। We have bloody done it! क्या कहते थे ये? क्या कहते थे? इस सरकार में इस्तीफे नहीं होते। क्या कहते थे? इस सरकार में इस्तीफे नहीं होते। हम कहना चाहते, झुकती है दुनिया, झुकाने वाला चाहिए। भीड़ मत करो, भीड़ मत करो। വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് CJP പ്രവർത്തകരുടെ വലിയൊരു ആഘോഷമാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെച്ചിരിക്കുന്നു. ഇവരുടെ ഒരു പ്രക്ഷോഭത്തിനൊക്കെ ശേഷം ഒരു തലമുറയൊന്നാകെ ഏറെ നാളുകൾ നീണ്ട സമരത്തിനും നിരാഹാര സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിലാണ് ഇത്തരത്തിലൊരു രാജി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കേന്ദ്ര ഭരണത്തെ തന്നെ അടിയറവ് പറയിപ്പിക്കാൻ ഈ തലമുറയ്ക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഏറ്റവും ചരിത്രപരമായ ഒരു വിജയം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ഡൽഹിയിലെ ജന്തർ മന്ദറിലും പാർലമെൻറ്റ് സ്ട്രീറ്റിലുമൊക്കെ തന്നെ യുവാക്കൾ ഒത്തുകൂടി സന്തോഷം പങ്കുവയ്ക്കുന്ന കാഴ്ചകളാണ് ഡൽഹിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത്രയധികം ആവേശത്തോടു കൂടിയാണ് ഈ സമരത്തെ യുവാക്കൾ ഏറ്റെടുത്തത്. ഇന്ത്യ കണ്ട ഒരു ചരിത്രപരമായ സമരം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. കാരണം ഈ സമരത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. വിദ്യാഭ്യാസപരമായ ഒരു നേട്ടത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെയുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു ഈ സമരം എന്ന് പറയുന്നത്. കാരണം നീറ്റ് എന്ന് പറയുന്ന പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ തരത്തിലുള്ള ക്രമക്കേടുകൾ, ആ ക്രമക്കേടിൻ്റെ ഭാഗമായി പരീക്ഷ മാറ്റിവെക്കപ്പെടുന്നു. ഇതിൻ്റെ പേരിൽ 20-ലധികം കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അവരെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തുടങ്ങി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് CJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഉടലെടുക്കപ്പെടുന്നതും ആ പ്രസ്ഥാനം നേരെ ഡൽഹിയിലേക്ക് എത്തപ്പെടുകയും കഴിഞ്ഞ 35 ദിവസമായി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല രീതിയിലൊക്കെ കണ്ടതാണെങ്കിൽ തന്നെയും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ജന്തർ മന്ദർ കേന്ദ്രീകരിച്ചുകൊണ്ട് സമരം ശക്തി പ്രാപിച്ചത്. പിന്നീട് പാർലമെൻറ്റ് സമ്മേളനം കൂടി എത്തപ്പോഴേക്കും സമരത്തിൻ്റെ രൂപം മാറി, ആളുകളുടെ എണ്ണം കൂടി, യുവാക്കൾ കൂട്ടമായി ഡൽഹിയിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെ ആ സമരം അത്രയധികം ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെ രാജിക്കപ്പുറം മറ്റൊന്നുമില്ലെന്ന് കേന്ദ്രമന്ത്രിമാർക്ക് തന്നെ അറിയാമായിരുന്നു. മാത്രവുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ചരിത്രത്തിലെ ഒരു മുട്ടുമടക്കൽ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ കഴിയും. കാരണം ഇവിടെ രാഷ്ട്രീയത്തിനും അപ്പുറം യുവാക്കളുടെ ഒത്തുചേരലിന് മുന്നിൽ ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു സർക്കാർ കീഴടങ്ങപ്പെട്ടിരിക്കുന്നു. അതും ഒരു വലിയ നേട്ടം തന്നെയാണ്. കാരണം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യം അത് ചെറുതല്ല. കാരണം വിദ്യാർത്ഥികളുടെ ഭാവി സംബന്ധിച്ച കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ഉള്ള രാജ്യത്ത് എത്രയധികം സാധാരണക്കാരായ കുട്ടികളാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷ എഴുതി അതിലൂടെ പ്രവേശനം നേടി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അല്ലെങ്കിൽ MBBS ഉൾപ്പെടെയുള്ള ഡിഗ്രികൾ നേടുന്നതിന് വേണ്ടി പോകുന്നത്. ആ കുട്ടികളുടെ ജീവൻ തുലാസിലാക്കപ്പെട്ട തരത്തിലേക്കുള്ളൊരു നീക്കം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിലൂടെ ഉണ്ടായി. ആ ക്രമക്കേടുകളുടെ പേരിൽ ആളുകളെ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റക്കാരെ കണ്ടെത്തിയെങ്കിൽ തന്നെയും യഥാർത്ഥ കുറ്റക്കാരെന്ന നിലയിൽ പലരെയും ഇനി കണ്ടെത്താനുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ ഒരു വകുപ്പ് തന്നെ ഇതിൻ്റെ അല്ലെങ്കിൽ ആ വകുപ്പിലുണ്ടായ വലിയ തരത്തിലുള്ള വിള്ളൽ അല്ലെങ്കിൽ ആ വകുപ്പിലുണ്ടായ വീഴ്ച ഏറ്റെടുത്തുകൊണ്ട് ആ വകുപ്പിൻ്റെ ചുമതലക്കാരനായ മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നൊരു ആവശ്യമായിരുന്നു CJP മുന്നോട്ട് വെച്ചത്. ആ ആവശ്യത്തിന് മുന്നിൽ അല്പം
കുറേ പ്രാവശ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ BJPയും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയൊക്കെ ശ്രമിച്ചെങ്കിൽ തന്നെയും പക്ഷേ സമരം ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. സംഘടിത ശക്തികളായ യുവാക്കൾ ഡൽഹിയിലേക്ക് എത്തിത്തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിഞ്ഞപ്പോഴേക്കാണ് കേന്ദ്ര സർക്കാർ തന്നെ അല്ലെങ്കിൽ ഈ കേന്ദ്രമന്ത്രി തന്നെ സ്വയം തീരുമാനിക്കപ്പെടുന്നു, രാജിവെക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ പ്രധാനമായി പറയപ്പെടുന്നത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് താൻ പ്രവർത്തിക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പവും പ്രവർത്തിച്ച് പ്രവർത്തന പരിചയമുണ്ട്. മാത്രവുമല്ല ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിസങ്കീർണമായ വിഷയങ്ങളുള്ള ഒരു രാജ്യമാണ്. ആ വിഷയത്തിൽ സംഘടിതമായ ശക്തികളിൽ നിന്നുകൊണ്ട് വേണം വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദീർഘദൃഷ്ടിയുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ തുടങ്ങി ഏതാനും വരികൾ കൂടി അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിനാൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ രാജിക്കത്തുകൾക്കൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലുണ്ടായ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിന് വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്ത് അവസാനിക്കുന്നു. ഒപ്പം തന്നെ ആ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഈ രാജിക്ക് മുമ്പ് ചില പുനഃസംഘടന ഉണ്ടാവും, അദ്ദേഹത്തെ വകുപ്പ് മാറ്റുമെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അതിനും അപ്പുറത്തേക്ക് സമരം ശക്തി പ്രാപിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ കേന്ദ്രമന്ത്രി തന്നെ രാജിവെച്ചത്. ഡി ബിനോയ്, നമ്മൾ ഈ ഒരു രാജിയെ കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരം CJP നടത്തിയിട്ടുള്ള ഈ സമരത്തെ തകർക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളെയും ഈ CJPയുടെ പ്രവർത്തകരായിട്ടുള്ള യുവാക്കൾ എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ്. അതിലൊരു സമരമാർഗമായിട്ട് അവർ സ്വീകരിച്ചത് പോലീസ് തല്ലാൻ വന്ന സമയത്ത് ജനഗണമന പാടിക്കൊണ്ട് ആ പോലീസുകാരെ തന്നെ അറ്റൻഷനാക്കിയിട്ടുള്ള ഒരു ന്യൂജൻ പിള്ളേർ എന്നുള്ള നിലയ്ക്ക് അവരെ കാണേണ്ടി വരുന്നു. അതായത് മഹാത്മാഗാന്ധി അവലംബിച്ച ഒരു സമര രീതിയെ മറ്റൊരു രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ മറ്റൊരു രീതിയിൽ സാധ്യമാക്കുകയാണ് CJP ചെയ്തത്. തല്ലാൻ വേണ്ടി ലാത്തികളുമായിട്ട് വരുന്ന പോലീസുകാരെ കാണുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് നിന്ന് വളരെയധികം ദേശസ്നേഹത്തോടു കൂടി ജനഗണമന പാടുമ്പോൾ പോലീസുകാർക്ക് അറ്റൻഷനായിട്ട് നിൽക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നടത്തിയിട്ടുള്ള സത്യാഗ്രഹ സമരത്തിൻ്റെയും മറ്റുമൊക്കെ ഏറ്റവും ഫലവത്തായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് മാത്രമല്ല, ഈ രാജിയുടെ വാർത്ത പുറത്തു വന്നതിൻ്റെ തൊട്ട് പിറകെ തന്നെ വരുന്ന പ്രതികരണങ്ങളിൽ പലതും വർഗീയ രാഷ്ട്രീയ അഹങ്കാരികളുടെ പതനത്തിൻ്റെ ആരംഭമാണ് ഇത് എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രധാൻ്റെ രാജിയിൽ ഇപ്പോൾ CJP നടത്തിക്കൊണ്ടിരിക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ. അത് ആഹ്ലാദ പ്രകടനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനമല്ല, അതിനെ അവർ സ്വയം വിലയിരുത്തുന്നത് തന്നെ മഹാത്മാഗാന്ധിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഗാന്ധിജിയിൽ നിന്ന് പഠിച്ച പാഠം, അതാണ് പാറ്റകളുടെ വിജയം, അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം എന്നാണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളുടെ തുടർച്ചയായിട്ട് മരിച്ചവരുടെ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ദീപ്കെ, CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സൂചിപ്പിച്ച കാര്യം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിൻ്റെ പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് CJPയുടെ സമരവേദിയിൽ. അവർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ നേടി, നമ്മൾ നേടി, നമ്മൾ നേടി. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു എന്നാണ് CJPയുടെ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ: സമാധാനപരമായ മാർഗങ്ങളിലൂടെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് ഗാന്ധിജിയിൽ നിന്ന് പഠിച്ചു എന്നാണ്. ഈ കാര്യം തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എക്സിൽ, സാമൂഹ്യ മാധ്യമമായിട്ടുള്ള എക്സിൽ കുറിച്ചിരിക്കുന്നത്. പാർട്ടികൾ ജയിച്ചിരിക്കുന്നു, ജനാധിപത്യം ജയിച്ചിരിക്കുന്നു, യുവാക്കളുടെ സമാധാനപരമായിട്ടുള്ള പോരാട്ടം പാഴാകില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ന് അഭിജിത്ത് ദീപ്കെ പറഞ്ഞിരിക്കുന്നു. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് പിന്നാലെ ജന്തർ മന്ദറിൽ വൻതോതിലുള്ള ആഹ്ലാദ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജി വാർത്ത അറിഞ്ഞതിൻ്റെ പിന്നാലെ പ്രതിഷേധക്കാരോട് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ആഹ്ലാദം പങ്കിട്ടു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ വിജയമാണ് ഇത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ വിദ്യാർത്ഥികൾക്ക് കൂടിയുള്ളതാണ് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെന്നും അഭിജിത്ത് ദീപ്കെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും തൊട്ടു മുമ്പ് ഡി ബിനോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 ആവശ്യങ്ങളായിരുന്നു CJP പ്രവർത്തകർ കേന്ദ്രത്തിന് മുന്നിൽ വച്ചത്. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള FIR പിൻവലിക്കുക, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി. ഇതിൽ ആദ്യത്തെ 2 എണ്ണത്തിലും കേന്ദ്രം അനുകൂല നിലപാടെടുക്കുകയും അതിൽ തീരുമാനമറിയിക്കുകയും ചെയ്തു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ തീരുമാനമുണ്ടായിരുന്നില്ല. ഇന്ന് ഉച്ചവരെ എന്തായാലും പ്രതിഷേധം രാജ്യവ്യാപകമാകും എന്ന് മനസ്സിലാക്കിയതോടെ ആ ഒരു പ്രതിഷേധത്തിന് CJP തുനിഞ്ഞതോടെയാണ് ചർച്ചയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ഈ രാജി ഉണ്ടായിരിക്കുന്നത്, അല്ലേ ഡി ബിനോയ്?
തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഇന്ന് 3:30 മണിക്കായിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി സമയം തീരുമാനിച്ചിരുന്നത്. ഇന്നലെയും ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിലൊക്കെ തന്നെ 2 കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. ഒന്ന്, ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം എന്നുള്ളത് 1 കോടി രൂപ വീതം. രണ്ടാമത്, ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജന്തർ മന്ദറിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ബിനോയിലേക്ക് തിരികെത്തായപ്പോൾ നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ BN ഭാസ്കർ ചേരുന്നുണ്ട്. എന്തായാലും വലിയൊരു ചരിത്ര വിജയമാണ് നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഏറെ ദിവസങ്ങൾ നീണ്ടുനിന്ന വലിയൊരു പ്രക്ഷോഭം അതിനൊടുവിൽ ഇപ്പോൾ ഒരു വിജയം കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. ഒരു ഭരണത്തെ ഒന്നാകെ മാറ്റിമറിക്കാൻ ഈ ഒരു പുതിയ തലമുറയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ ഒരു വലിയൊരു തെളിവല്ലേ ഈ ഒരു രാജി? ഇന്ത്യയില് ഏറ്റവും ചരിത്ര മുഹൂർത്തങ്ങളിൽ ഒന്നായി ഇതിനെ അടയാളപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് വന്നിരിക്കുന്നത്. പാർട്ടികളുടെ വിപ്ലവം ഒരു യുവാക്കൾ ആവശ്യപ്പെട്ട ആവശ്യകതയിലെ ഒന്നാമത്തെ ആവശ്യം അവർ രാജ്യത്തെ ഏറ്റവും പരമപ്രധാനമായ ഫാസിസ്റ്റ് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഇനി 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ രാജി വാങ്ങി ആ രാജി അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 55 ദിവസമായി ഇന്ത്യയിലെ മുഴുവൻ യുവാക്കളും മറ്റിതര സാമൂഹിക ഘടനയിലുള്ള സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തുടർച്ചയായി ആവശ്യപ്പെടുകയും പാർലമെന്റിനകത്തും പുറത്തും പ്രക്ഷോഭങ്ങളടക്കം ഉണ്ടാവുകയും ചെയ്തിട്ട് ഏറ്റവും ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്തേണ്ടതും ഇന്ത്യയുടെ ചരിത്രഗതിയിൽ മറ്റൊരു വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2014 അധികാരത്തിലെത്തിയ മോദി സർക്കാരിന് രാജ്യത്ത് നാളിതുവരെ നടപ്പിലാക്കിക്കൊണ്ടുവന്നിരുന്ന മുഴുവൻ വിദ്യാഭ്യാസ നയങ്ങൾക്കുമെതിരെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള സമരം, ആ സമരം അതിന്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ഏറ്റവും ശുഭകരമായിട്ടുള്ള തീരുമാനം വരും എന്നു തന്നെയായിരുന്നു രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കിയിരുന്നത്. സോനം വാങ്ചുക്കിനെ പോലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള പാരിസ്ഥിതിക പ്രവർത്തകനടക്കം നിരാഹാരം കിടക്കുകയും നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു പറ്റം ചെറുപ്പക്കാർ ഈ സമരത്തെ ചെറുതായി കാണരുത്. ഒരുപക്ഷെ ഇന്ത്യയിലെ വിവിധ സമരങ്ങൾ നമുക്കറിയാം. പോസ്റ്റൽ തൊഴിലാളി യൂണിയനുകൾ ഒരു കാലഘട്ടത്തിൽ 68 ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള അതിശക്തമായ സമരമുണ്ട്. 22 രക്തസാക്ഷികളായിരുന്നു ആ സമരത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് നടന്നിട്ടുള്ള ഇന്ത്യയിലെ റെയിൽവേ സമരമായ ആ റെയിൽവേ സമരം 1974 ഇന്ത്യ ഒട്ടാകെ നടന്നിട്ടുള്ള റെയിൽവേ സമരം. അതുപോലെ ഇന്ത്യയിൽ എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊരു സമരമായിരുന്നു ബോംബെയിൽ നടന്നിട്ടുള്ള കർഷകരുടെ ലോങ് മാർച്ച്. അതുപോലെ ദില്ലിയിൽ നടന്നിട്ടുള്ള കർഷക സമരം. ഈ സമരങ്ങൾക്കൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നതിന് മറ്റിതര മാർഗങ്ങളില്ലാതെ അവസാനിപ്പിക്കേണ്ടിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അതിന് വ്യത്യസ്തമായി തങ്ങൾ ഉന്നയിച്ച ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന ആവശ്യം വാങ്ങിയെടുക്കുന്നതിൽ ഇന്ത്യയിലെ ചെറുപ്പക്കാർ വിജയിച്ചിരിക്കുന്നു. അത് വലിയ പ്രത്യാശ നിർഭരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യയുടെ ചെറുപ്പക്കാരിൽ ഞങ്ങൾ ഭാവി കാണുന്നു. ഇന്ത്യയുടെ ഭാവി ഇന്ത്യയിലെ ചെറുപ്പക്കാരിൽ കാണുന്നു. ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടും എന്നതാണ് ഏറ്റവും ആത്മവിശ്വാസത്തോടു കൂടി ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനാവുക. അതെ, അതുതന്നെയാണ്. എന്തായാലും വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. ചരിത്ര വിജയമാണ് ജൻസികൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ രാജ്യം പുതിയ തലമുറയുടെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ നന്ദിയുണ്ട് BN ഭാസ്കർ നമുക്കൊപ്പം ചേർന്നത്. രാഷ്ട്രീയ പ്രവർത്തകൻ BN ഭാസ്കറാണ് നമുക്കൊപ്പം ചേർന്നത്. ബിനോയിലേക്ക് തന്നെ പോവുകയാണ്. ബിനോയ്, എന്തായാലും ചരിത്ര വിജയം തന്നെയാണ്. ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധ സമരം, നിരാഹാര സമരം, ഏറെ നാൾ നീണ്ടുനിന്ന വലിയൊരു സമരത്തിനൊടുവിലാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. വലിയൊരു വിപ്ലവകരമായ മാറ്റമാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ജൻസികളുടെ കയ്യിൽ ഈ ഒരു നമ്മുടെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യം സുരക്ഷിതമാണ് തന്നെ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു രാജ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിനോയ്, തുടരുക. തീർച്ചയായും യുവ ആരവത്തിന് മുന്നിൽ വലിയ തരത്തിൽ ഒരു സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം അത്രയധികം ശക്തി ഉള്ളതായിരുന്നു ഈ യുവാക്കളുടെ പ്രതിഷേധം. കാരണം കഴിഞ്ഞ 35 ദിവസമായി അവർ പ്രതിഷേധത്തിലായിരുന്നു. ആ പ്രതിഷേധം കഴിഞ്ഞ 10 ദിവസമായാണ് കനത്തത്, അത് ശക്തി പ്രാപിച്ചത്. അത് മാത്രവുമല്ല, സോനം വാങ്ചുവിൻ്റെ വരികൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിക്ടറി ഓഫ് പീസ്, സമാധാനത്തിൻ്റെ വിജയം എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു.
പറയുന്നു. എന്തായാലും സോനം വാങ്ചുമിൻ്റെ ആണ് ഒരു പക്ഷേ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചും ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗമായി എന്നുള്ളത് ഒരു ചരിത്ര നേട്ടത്തിൻ്റെ കൂടി അല്ലെങ്കിൽ ഒരു ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗം കൂടി അദ്ദേഹം ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോനം വാങ്ചുമിനെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു. പ്രശ്നപരിഹാരത്തിന് ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകളിലേക്ക് കിടക്കുന്നു. ആ ചർച്ചകളിൽ വിജയം വരിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക് 3 ആവശ്യങ്ങൾ മാത്രം CJP മുന്നോട്ട് വയ്ക്കുന്നു. ആ 3-ൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു. അതുകൂടാതെ മരണമടഞ്ഞ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു പോയ കുട്ടികളുടെ കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരം, അതുകൂടാതെ സമരത്തിൽ പങ്കെടുത്തവരുടെ പേരിലെടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുക. ഈ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചായിരുന്നു അവർ ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ അവസാനത്തെ 2ാമത്തെയും 3ാമത്തെയും ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. പക്ഷേ ആദ്യത്തെ ആവശ്യം, അതായത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുമെന്ന ആവശ്യത്തെക്കുറിച്ച് ഇന്നലെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇന്ന് വീണ്ടും സംസാരിക്കാം എന്ന് പറയുന്നു. ഇന്ന് 3:30 ചർച്ചയ്ക്കുള്ള സമയം തീരുമാനിച്ചു. പക്ഷേ അതിനുമൊക്കെ മുമ്പേ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എഴുതി തയ്യാറാക്കിയ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് നൽകുന്നു. അത് പ്രത്യേകിച്ചും ഹിന്ദിയിൽ തയ്യാറാക്കിയ രാജിക്കത്ത് നൽകുന്നു. അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് 40 വർഷക്കാലമായിട്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒപ്പം പ്രവർത്തിച്ചു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ദീർഘദൃഷ്ടിയോടുകൂടി അല്ലെങ്കിൽ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെയായിരിക്കണം ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണേണ്ടത്. അത്തരത്തിലുള്ള ഒരു നീക്കം ത്തിൻ്റെ ഭാഗമായിട്ടാണ് താൻ രാജിവെക്കുന്നത് എന്ന് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു. ഡീപിനോ, ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു സംശയം വരുന്നത് BJPയെ സംബന്ധിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ടും സംഘപരിവാറിനെ സംബന്ധിച്ചിട്ടും തന്ത്രപരമായ ഒരു പിഴവ് ഈ ഒരു വിഷയത്തിൽ സംഭവിച്ചിട്ടില്ലേ എന്നുള്ളതാണ്. അതായത് സോനം വാങ്ചുക്കിനെ സന്ദർശിക്കുകയും സോനം വാങ്ചുക്കിന് ഉറപ്പ് കൊടുക്കുകയും ചെയ്ത ആ കൂട്ടത്തിൽ തന്നെ രാജിയും ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അത് സോനം വാങ്ചുക്കിൻ്റെ നിരാഹാര സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സമരം വിജയിച്ചു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമായിരുന്നു. അതായത് രാജിയുടെ ക്രെഡിറ്റ് സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരൊറ്റ പരിസ്ഥിതി പ്രവർത്തകനിലേക്ക് ഒതുക്കാമായിരുന്നു. അത് സംഭവിക്കുന്നതിന് പകരം 3 ആവശ്യങ്ങൾ മാത്രം അംഗീകരിക്കുന്നു, വീണ്ടും മാറി നിൽക്കുന്നു. ഇപ്പോൾ ഈ രാജിവെക്കുന്നതിലൂടെ അത് CJPയുടെ വിജയമായിട്ടും മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമരത്തിലൂടെ പ്രധാനമായിട്ടും നേട്ടമുണ്ടായിട്ടുള്ളത് സോനം വാങ്ചുക്കിൻ്റെ സമരമാർഗത്തിന് 3 കാര്യങ്ങളിൽ വിജയം നേടാൻ കഴിഞ്ഞു. ഇന്നത്തെ ഈ രാജിയിലൂടെ CJPക്ക് വിജയം നേടാൻ കഴിഞ്ഞു. CJPക്ക് ഈ ക്രെഡിറ്റ് പോകാത്ത രീതിയിൽ സോനം വാങ്ചുക്കുമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി തന്നെ ഈ രാജി സമർപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ CJP എന്ന് പറയുന്ന ജനകീയമായ യുവശക്തിക്ക് മുന്നിൽ കീഴടങ്ങി എന്നുള്ള ദുഷ്ഖ്യാതി അല്ലെങ്കിൽ ആ ഒരു ദുഷ്കീർത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. ഇതൊരു തന്ത്രപരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും അതൊരു BJPയെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ അർത്ഥത്തിലും അവരുടേതായ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് ഉറപ്പായിട്ടും ഇത്തരത്തിൽ ഇവരുടെ ഒരു നീക്കം, ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ ചിന്തിച്ചിരുന്നത് ഒരു മന്ത്രിസഭാ പുനഃസംഘടന വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയിട്ട് പകരം ഒരു മന്ത്രിക്ക് അതിൻ്റെ ചുമതല നൽകിക്കഴിഞ്ഞ് പ്രശ്നം പരിഹരിക്കാം എന്നായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വലിയ തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാനുമായി അടുപ്പമുള്ള ആളുകൾ പറഞ്ഞത് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ തൻ്റെ രാജ്യ താല്പര്യം പലരോടായി സംസാരിച്ചിരുന്നു. കാരണം ഒരു പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാകരുത്, അതൊരു വലിയ പ്രശ്നമായി മാറപ്പെടരുത് എന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മാത്രമല്ല ദേശീയ രാഷ്ട്രീയം വിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലെങ്കിലും മടങ്ങാൻ തനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ശക്തി പകർന്നു നൽകിയത് BJP ആയിരുന്നു, BJPയുടെ കേന്ദ്ര നേതൃത്വമായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമായി പ്രധാനമന്ത്രിയുടെ ചില വീഡിയോ ക്ലിപ്പുകൾ അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്ത് തയ്യാറാക്കിയതാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും തന്നെ അദ്ദേഹം സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ ഈ വീഡിയോ ക്ലിപ്പുകൾ ഇടുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അഭിസംബോധന ചെയ്യുകയോ ചെയ്യുന്ന പതിവൊന്നുമില്ല. പക്ഷേ ഇന്നലെ അദ്ദേഹം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കൾക്ക് വേണ്ടി പുറത്തിറക്കിയ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ കഴിയും. അതിനകത്ത് അദ്ദേഹം കൃത്യമായി ബായ് ഓർ ബെഗനോം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ സംബോധന ചെയ്യപ്പെടുന്ന ഫ്രണ്ട്സ് എന്നാണ് അത് കൃത്യമായി
പ്രധാനമായും ഈ ജെൻസികളെ ഉദ്ദേശിച്ച് തന്നെയാണ്. അതിനുശേഷം അദ്ദേഹം രണ്ടാമത്തെ വീഡിയോയും പുറത്തിറക്കിയിരുന്നു. അതിനകത്ത് വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട് പ്രതികരിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വീഡിയോ തയ്യാറാക്കുന്നു. പക്ഷേ അവിടെയെങ്ങും ഈ സമരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സൂചിപ്പിച്ചിട്ടില്ല, സമരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും പ്രതിപാദിച്ചിട്ടുമില്ല. പക്ഷേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുക്കപ്പെടും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി വലിയ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. 47 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കുന്നു. മാത്രവുമല്ല പുതിയ നിയമം വരാൻ പോകുന്നു. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയാണെങ്കിൽ ആ ചോർച്ചക്കാർക്കെതിരെ, അല്ലെങ്കിൽ ആരാണോ ചോർച്ചയ്ക്ക് വഴിവെക്കുന്നത് അവർക്കെതിരെ കർശന നടപടികൾ വരുന്ന നിയമം പാസ്സാക്കാൻ BJP തയ്യാറെടുക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ രാജിവെച്ചിരിക്കുന്നത്. ഇത് നിലവിലെ സാഹചര്യത്തിൽ ഈ വിജയത്തെ, അല്ലെങ്കിൽ ഇതൊരു ഒരു 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 കൂട്ടായ്മയുടെ വിജയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഭാഷയ്ക്കും ഒപ്പം തന്നെ മറ്റ് വർണ്ണവിവേചനങ്ങൾക്കുമൊക്കെ എതിരെ വളരെ വ്യത്യസ്തമായി ഒരു ഒത്തുചേരൽ, ഒരു കൂട്ടായ്മ, അത് ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് മുന്നിൽ ഒരേ ഒരു ആവശ്യം, അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ തരത്തിലുള്ള ക്രമക്കേട്, അല്ലെങ്കിൽ അവിടെ നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അവിടെ കൃത്യവിലോപം നടന്നിരിക്കുന്നു. ഇതിനൊക്കെ കാരണക്കാരനായ മുഖ്യകക്ഷി അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ ചുമതലക്കാരൻ രാജിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ രാജിവെച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഡൽഹി ഇപ്പോൾ ആഹ്ലാദത്തിൻ്റെ, അല്ലെങ്കിൽ ഡൽഹിയിലെ യുവാക്കൾ മുഴുവൻ ആഹ്ലാദത്തിലാണെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ഡൽഹിയിൽ അവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഒരു വിജയം. ഒരു പക്ഷേ ഇന്നും ചർച്ചകൾ നടക്കും, പക്ഷേ ചർച്ചകൾ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകില്ല എന്ന് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതാണ് അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം ഈ രാജിക്കാര്യം പറഞ്ഞപ്പോഴേക്കും വലിയ സന്തോഷത്തോടു കൂടി നിലത്ത് തൊട്ട് എഴുന്നേൽക്കുന്നതും അദ്ദേഹം വളരെ ആവേശത്തോട് സംസാരിക്കുന്നതുമൊക്കെ ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം. ഇന്ന് വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ വിജയത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഒരു ചരിത്ര വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ത്യയുടെ അയൽപ്പക്കത്തെ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ കണ്ടതാണ്. അത് ശ്രീലങ്കയിലായാലും നേപ്പാളിലായാലും ബംഗ്ലാദേശിലായാലും ഒക്കെ. പക്ഷേ അവിടെയൊക്കെ അത് വിജയം വരിക്കുന്നതിനപ്പുറത്തേക്ക് അടിച്ചമർത്തപ്പെടുന്നു. പക്ഷേ ഭരണാധികാരികൾ രക്ഷപ്പെടപ്പെടുന്നു. അങ്ങനെ ഒരു തരത്തിലായിരുന്നു നീക്കങ്ങളെങ്കിൽ. പക്ഷേ ഇവിടെ അതല്ല. അതിനും അപ്പുറത്തേക്ക് വലിയ തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാതെ, വലിയ തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാവാതെ ഒരു സമരം അവസാനിപ്പിക്കപ്പെടുന്നു. ആ സമരത്തിന് വിജയം കാണാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഉന്നയിച്ച ആവശ്യം ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം, അതിന് വലിയ പ്രസക്തിയുള്ളൊരാവശ്യമാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയിലെ ശുദ്ധീകരണം, അതായിരുന്നു അവർ മുന്നോട്ട് വെച്ച ആവശ്യം. ആ ആവശ്യത്തെ ഒരാൾ പോലും തള്ളിക്കളയില്ല, അല്ലെങ്കിൽ ത്യജിക്കത്തില്ല. കാരണം അത്ര കണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും യുവാക്കൾ ആഗ്രഹിക്കുന്നതാണ്. അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ വികസനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവിടെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള പുഴുക്കുത്തുകൾ എത്തപ്പെടുന്നത്. ആ പുഴുക്കുത്തുകൾ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിച്ചു ഇരിക്കുന്നു. അതുതന്നെയാണ് പ്രശ്നങ്ങളായി മാറിയത്. കാരണം നീറ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ മാറ്റിവെക്കപ്പെടുന്നു. ആ പരീക്ഷ മാറ്റിവെച്ച് എഴുതിയപ്പോഴേക്കും പഴയതിന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലാകുന്ന അവസ്ഥ. ഈ പരീക്ഷ മാറ്റിവെച്ചതിലും പിന്നീട് പരീക്ഷ എഴുതാൻ കഴിയാത്തതിലുമൊക്കെ മനംനൊന്ത് പൊലിഞ്ഞത് 20-ലധികം ജീവനുകൾ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ അവർ ഈ സമരമേറ്റെടുക്കാൻ CJP എത്തപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ടതാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിൽ പിറവിയെടുത്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും ഒക്കെ. പക്ഷേ അതിനൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു, അധികാരത്തിൻ്റെ ഭ്രമമുണ്ടായിരുന്നു, അധികാരത്തിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് CJP എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ആദ്യത്തെ പ്രതിഷേധം തന്നെ നീതിക്ക് വേണ്ടിയായിരുന്നു. ആ നീതിക്ക് വേണ്ടി CJP നടത്തിയ പ്രതിഷേധം അത് വലിയ തരത്തിൽ വിജയം കണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ആ വിജയം ഒരു പക്ഷേ ഇന്ത്യയിലെ ഓരോ യുവാക്കൾക്കും അവകാശപ്പെട്ടതാണെന്ന് പറയേണ്ടി വരും. കാരണം അത്ര കണ്ട് ശക്തമായിരുന്നു ആ സമരം, അത്ര കണ്ട് വലിയൊരു കൂട്ടായ്മയായിരുന്നു, അല്ലെങ്കിൽ അത്ര കണ്ട് വലിയൊരു ഒത്തുചേരലായിരുന്നു. അത്രയധികം യുവാക്കളാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഭാഷഭേദമന്യേ ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്തിച്ചേർന്നത്. അവർ പിന്നെ ഒരുമിക്കുന്നു, അവരൊരു കോട്ടയായി മാറപ്പെടുന്നു. അതും നീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശക്തമായ സമരം നയിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് ചേരുന്നു. ഒരു മനസ്സായി അവർ മാറപ്പെടുന്ന ഒരു കാഴ്ച ഡൽഹിയിൽ കണ്ടു. അങ്ങനെ ആ ചരിത്രപരമായ ആ പ്രതിഷേധം, ആ പ്രക്ഷോഭം ഒരു വലിയ വിജയത്തിലേക്ക് മാറുന്നു. അതൊരു സർക്കാർ, ഒരു കേന്ദ്ര സർക്കാർ തന്നെ ആ ജെൻസികളുടെ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു വേണമെങ്കിൽ പറയാൻ കഴിയും.
എന്തായാലും രാജ്യതലസ്ഥാനത്ത് വലിയ ആഹ്ലാദ പ്രകടനമാണ്. CJP പ്രവർത്തകരൊക്കെ ഒത്തുചേർന്ന് വലിയ ആഘോഷത്തിലാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷമുള്ള ഒരു തങ്ങൾ വിജയം കണ്ടതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അഭിജിത് ദേബ്കെയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ ആഘോഷത്തിലാണ് പുതിയ തലമുറ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും കേന്ദ്രം ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് മുന്നിൽ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഈ തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന ഒരു തലമുറ, ഒരു ജെൻസി പ്രക്ഷോഭമാണ് നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. നിരാഹാര സമരം ഉണ്ടായിരുന്നു, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി അന്ന് തുടങ്ങിയ സംഭവ വികാസങ്ങളാണ് അതിപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിലെത്തി നിൽക്കുകയാണ്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ തലമുറ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചാൽ ഭരണ സമ്പ്രദായങ്ങളെ തന്നെ മാറ്റാൻ സാധിക്കുമെന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമരം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ നമ്മൾ കണ്ടതാണ്. വലിയൊരു ജനരോക്ഷമായിരുന്നു, ഒരു ജെൻസി തലമുറയുടെ വലിയൊരു പ്രക്ഷോഭമായിരുന്നു നമ്മൾ കണ്ടത്. എന്തായാലും പോലീസ് സേനയൊക്കെ ഇവരെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടു. ഭാവി തലമുറയാണ് അടിച്ചമർത്താനുള്ള ശ്രമമൊക്കെ ഈ ഒരു പോലീസ് സേനയുടെ ഭാഗത്തുനിന്നുണ്ടായത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിനെയെല്ലാം തച്ചുടച്ചുകൊണ്ട് കേന്ദ്ര ഭരണം ജെൻസി തലമുറയുടെ മുന്നിൽ കീഴടങ്ങി എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു നമ്മൾ കണ്ടത്. ആ പ്രതിഷേധത്തിനൊക്കെ ഒരു ഫലം കണ്ടിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒടുവിൽ കേന്ദ്ര സർക്കാർ ജെൻസികൾക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇനിയും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വീണ്ടും രാജ്യത്ത് പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ജെൻസികൾക്ക് സാധിക്കുമെന്ന് തന്നെ കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു രാജി അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലില്ല. എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു. ഇനിയൊരു മൂന്നാം ഘട്ട ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു നിലപാടിൽ ഉറച്ചു തന്നെയായിരുന്നു CJP പ്രവർത്തകർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ പിന്നെ എന്ത് ചർച്ച എന്നൊരു ചോദ്യമായിരുന്നു CJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഒരു മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് കൂടി നീതി ലഭ്യമാക്കി കൊടുത്തിരിക്കുന്നു എന്നൊരു വലിയൊരു കാര്യമാണ് ഈ ഒരു രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രക്ഷോഭകരുടെ ഇത്രയും ദിവസത്തെ ഈ ജെൻസികളുടെ ഈ ഒരു പ്രക്ഷോഭം, ഇത്രയും ദിവസം നീണ്ടുനിന്ന ഈ ഒരു പ്രക്ഷോഭം എന്തായാലും വലിയൊരു ഫലം കണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ നീതി വാങ്ങിക്കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ആവശ്യങ്ങൾ ഇനി കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം. ഇനി 3 ആവശ്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ട്. എന്തായാലും അതിലും ഇനി ശക്തമായ ഒരു നിലപാടിൽ തന്നെയായിരിക്കും CJP പ്രവർത്തകർ ഉറച്ചു നിൽക്കുക. എന്തായാലും രാജ്യത്തൊട്ടാകെ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ജെൻസി തലമുറയ്ക്ക് സാധിച്ചു എന്നതിൻ്റെ ഏക തെളിവാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ ഒരു രാജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചിത്രങ്ങൾ ഉയർത്തി, അതായത് ഈ ഒരു നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടമായവരുടെയൊക്കെ ഒരു നീതി ലഭ്യമാക്കുക, അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ പ്രതിഷേധമൊക്കെ ആദ്യ ഘട്ടം തൊട്ടേ ആരംഭിച്ചത്. എന്തായാലും അതിനു മുന്നിൽ കേന്ദ്ര സർക്കാർ കണ്ണടയ്ക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ അതിനൊന്നും ഇനിയൊരു വഴിയില്ല. എന്തായാലും ഇവരുടെ പ്രക്ഷോഭത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ നിരാഹാര സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു സമരമുഖത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന സോനം വാങ്ചുക്കിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിന്റെ വിജയം എന്ന് തന്നെയാണ് ഈ ഒരു രാജിക്ക് ശേഷം സോനം വാങ്ചുക്കും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നീതി ലഭ്യമായിരിക്കുന്നു. രാജ്യവ്യാപകമായി പ്രതിഷേധം, വലിയൊരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു രാജി ഉച്ചയോടെയാണ് രാജി പ്രഖ്യാപനം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഇത്തരത്തിൽ രാജിക്കത്ത് നൽകിയത്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി തങ്ങളുടെ പ്രതിഷേധം ഇനിയും കടുപ്പിക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഈ ഒരു മുന്നറിയിപ്പിന് ശേഷമാണ് ഇനിയും ഇത്തരത്തിൽ ജെൻസികളുടെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ പോകേണ്ടി വരും എന്നൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്കൊക്കെ കടന്നിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ജെൻസികളുടെ പ്രക്ഷോഭം വിജയം കണ്ടിരിക്കുന്നു.